ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിൽ ഒരു എസ്സേ ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ 5 മാർക്കായിട്ടോ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കേണ്ട ഒരു കാര്യമാണ്. കാരണം 5 മാർക്ക് ക്വസ്റ്റ്യനായി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതണം, അതേപോലെ തന്നെ 10 മാർക്സ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതണം എന്നുള്ളതും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, അതായത് ഇതുവരെ ഒന്നും നോക്കിയിട്ടില്ല എന്നുള്ളവർക്ക് തലേ ദിവസം നോക്കിയാലും ജസ്റ്റ് പാസ്സായാൽ മതി എന്നുള്ള രീതിക്കുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയുടെയും അതേപോലെ തന്നെ സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ആൻസർക്ക് അടങ്ങുന്ന ഒരു PDF-ഉം, അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണ് വരിക. അപ്പോൾ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മലയാളത്തിൽ എങ്ങനെ ആൻസർ എഴുതണം എന്നുള്ള ഒരു PDF-ഉം, അതേപോലെ തന്നെ ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുടെ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു PDF-ഉം ആ PDF എക്സ്പ്ലെയിൻ ചെയ്യണ ഒരു 1/4 മണിക്കൂറിൻ്റെ ഒരൊറ്റ ക്ലാസ്സും ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. കമ്പയർ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി, അതായത് സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിൽ താരതമ്യം ചെയ്യാനാണ് പറയണത്. ഈ താരതമ്യം ചെയ്യുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ, ഒരു ടേബിൾ വരയ്ക്കുക. ആ ടേബിളിൽ ഫസ്റ്റ് ഒരു റോ വരച്ചിട്ട് അതിൽ എന്ത് എഴുതുക, ആന്ത്രോപോളജി, ആൻഡ് സെക്കൻഡ് കോളത്തിൽ സോഷ്യോളജി എന്ന് എഴുതുക. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ അത് എഴുതാത്തത്, അല്ലെങ്കിൽ ആ ഒരു ടേബിൾ ആക്കിയിട്ട് നിങ്ങൾക്ക് തരാത്തത്, നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഷോർട്ട് നോട്ട് എന്തായാലും കയ്യിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തായാലും അത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഈ പോയിൻറ്റ്സ് ഒന്നിൽ ആന്ത്രോപോളജിന്നും ഒന്നിൽ സോഷ്യോളജിന്നും ഹെഡിങ് കൊടുത്തിട്ട് ഞാൻ പറയുന്ന ആന്ത്രോപോളജീൻ്റെ പോയിൻറ്റ്സ് ആന്ത്രോപോളജിയിലും നിങ്ങൾക്ക് മനസ്സിലായ പോയിൻറ്റ്സ് കേട്ടോ. എന്നിട്ട് എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ ഈ PDF അല്ല, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ അല്ല, നിങ്ങളുടെ ആ ഷോർട്ട് നോട്ട് ഉണ്ടല്ലോ അത് നോക്കി വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യേ. ടൈപ്പ് ഓഫ് ഒറിജിൻ ആൻഡ് സൊസൈറ്റി, അതായത് ഉത്ഭവം എങ്ങനെയാണ്, അല്ലെങ്കിൽ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം നമുക്കൊന്ന് കമ്പയർ ചെയ്യാം, ആദ്യം നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. അപ്പോൾ ഓരോ ഹെഡിങ്ങിൽ ഓരോ നമ്പർ ഇട്ടിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ രീതിക്കും നമുക്ക് കമ്പയർ ചെയ്യാമല്ലോ. ഒരു കാര്യം വെച്ചിട്ട് മാത്രമല്ലല്ലോ നമ്മൾ കമ്പയർ ചെയ്യുക ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ. അപ്പോൾ 6 രീതിക്ക് എങ്ങനെയെല്ലാം ഈ ആന്ത്രോപോളജീനെയും സോഷ്യോളജീനെയും കമ്പയർ ചെയ്യാം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൂന്നാമത്തെ ഒരു റോ വരച്ചിട്ട്, ആന്ത്രോപോളജി സോഷ്യോളജി എന്ന് എഴുതിയിട്ടുള്ള 2 റോ ഉണ്ട്, അതിൻ്റെ ലെഫ്റ്റിലായിട്ട് മൂന്നാമതൊരു റോ വരച്ചിട്ട് വേണം നിങ്ങൾ ഈ ഹെഡിങ് എഴുതാൻ വേണ്ടിയിട്ട്. ടൈപ്പ് ഓഫ് സൊസൈറ്റി ആൻഡ് ഒറിജിൻ എന്നുള്ളത് എഴുതുക. അതിനുശേഷം സോഷ്യോളജിയിൽ എങ്ങനെയാണ്, ആന്ത്രോപോളജിയിൽ എങ്ങനെയാണ്. അപ്പോൾ ആന്ത്രോപോളജിയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന, അതായത് കഴിഞ്ഞു പോയിട്ട് മുന്നേ ഉണ്ടായിരുന്ന ആളുകൾ എങ്ങനെയായിരുന്നു, ഓരോ ഇൻഡിവിജ്വൽസും എങ്ങനെയായിരുന്നു. മെയിനായിട്ടും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ആന്ത്രോപോളജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നരവംശാസ്ത്രം എന്നാണ് പറയുക, അത് മെയിനായിട്ടും മുന്നേയുള്ള ആളുകളുടെ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ അസ്ഥികൂടങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള സ്റ്റഡിയാണ് ഈ ആന്ത്രോപോളജി എന്ന് പറയുന്നത്. ഓക്കെ, നരവംശാസ്ത്രം എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ ആദ്യം തന്നെ നിങ്ങൾ കയറ്റണം, എന്നാലാണ് ബാക്കിയുള്ള പറയുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഉത്ഭവം പറയുമ്പോൾ, ഒറിജിൻ പറയുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് പറയണം, ആന്ത്രോപോളജി എന്ന് പറയുന്നത് പ്രീ മോഡേൺ ടൈംസിൽ നിന്നും ഈ ഒരു ഹ്യൂമൻ ഒറിജിൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് മനുഷ്യന്മാർ ഉത്ഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആ ഒരു എവല്യൂഷൻ എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രീ മോഡേൺ ടൈംസ്, അതായത് ആധുനിക കാലത്തല്ലാതെ ഒരു മുൻപുള്ള സാഹചര്യങ്ങൾ, ഇപ്പോൾ ആധുനിക കാലത്തിന് മുന്നേയുള്ള ആ ഒരു കാലഘട്ടം ഉണ്ടാവും, ഏറ്റവും പഴയ കാലഘട്ടം. ആ പഴയ കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാരിൽ നിന്നും ഇപ്പോൾ ഉള്ള മനുഷ്യന്മാരിലേക്കുള്ള ആ ഒരു എവല്യൂഷൻ ഉണ്ടല്ലോ, ആ ഒരു മാറ്റം, അത് മനസ്സിലാക്കാനും അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള പഠനം നടത്താനും വേണ്ടിയിട്ടുള്ളൊരു ബ്രാഞ്ചാണ് എന്താന്ന് പറയുന്നത്, ആന്ത്രോപോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സോഷ്യോളജീൻ്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, സോഷ്യോളജി മെയിനായിട്ടും മോഡേൺ സൊസൈറ്റീസ്, അതായത് പ്രാക്ടിക്കലായിട്ടുള്ളൊരു സ്റ്റഡിയാണ് സോഷ്യോളജി എന്ന് നമുക്ക് പറയാം. കാരണം പ്രാക്ടിക്കലായിട്ടുള്ള സ്റ്റഡി ആണെന്ന് പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, ഈ ഒരു മോഡേൺ സൊസൈറ്റീസിൽ ഇപ്പോൾ നിലവിൽ സമൂഹം എങ്ങനെയാണ്, ആൻഡ് ആ സമൂഹത്തെ എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കഴിയും, എങ്ങനെയാണ് ആ ഒരു സമൂഹം ഇപ്പോൾ ഫങ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് ആ സമൂഹം പ്രവർത്തിക്കുന്നത്, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ് എന്താണെന്ന് പറയുന്നത്, സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യോളജി മെയിനായിട്ടും ഫോക്കസ് ചെയ്യണത് എന്തിനെയാണ്, മോഡേൺ സൊസൈറ്റീസിനെ, ആൻഡ് ഹൗ ദേ ഫങ്ഷൻ
സിവിലൈസേഷൻ ടുഡേ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. ഈ മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൺവീനിയൻസിനനുസരിച്ചിട്ടാണ്, ആൻസർ എഴുതാനുള്ള കൺവീനിയൻസിനനുസരിച്ചിട്ടാണ് മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഇവരിനെ എങ്ങനെയൊക്കെ കമ്പയർ ചെയ്യാം, അതായത് കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ. ഈ ഒരു രണ്ട് ടേമിൻ്റെ റിലേറ്റ് ചെയ്തിട്ട് ഇവരിനെ എങ്ങനെ കമ്പയർ ചെയ്യാം എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആന്ത്രോപോളജിയാണ്. ആന്ത്രോപോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, പഴയ കാലത്ത്, അതായത് ആധുനിക കാലഘട്ടത്തിലല്ലാതെ, മോഡേൺ സൊസൈറ്റീസിലല്ലാതെ അല്ലെങ്കിൽ മോഡേൺ പീരീഡിലല്ലാതെ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു മനുഷ്യൻ്റെ ബിഹേവിയർ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ബയോളജിക്കൽ ഫീച്ചേഴ്സ്, ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ എങ്ങനെയായിരുന്നു എന്നത് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള സ്റ്റഡിയാണ് ആന്ത്രോപോളജി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ആന്ത്രോപോളജി എന്ന് പറയുന്നത് പാസ്റ്റിനെ പറ്റി, അല്ലേ, കഴിഞ്ഞു പോയിട്ടുള്ള ഭൂതകാലത്തെ പറ്റിയിട്ടുള്ള ഒരു പഠനമായിട്ട് നമുക്ക് കണക്കാക്കാം. അങ്ങനെ കഴിഞ്ഞു പോയൊരു കാര്യത്തെ പറ്റി പഠിക്കുന്ന സമയത്ത് അതെന്തായിരിക്കും, മാറ്റമില്ലാത്തതായിരിക്കും. കഴിഞ്ഞു പോയൊരു സംഭവം എന്ന് പറയുമ്പോൾ അതിനെ നമുക്കിനി ചേഞ്ച് ആക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ആന്ത്രോപോളജി എന്ന് പറയുന്നത് ചേഞ്ചിങ്, അൺചേഞ്ചിങ് എന്നുള്ളതാണ് നിങ്ങളുടെ അവിടെ കീവേഡായിട്ട് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് സോഷ്യോളജിയിൽ എന്തെഴുതാം, ചേഞ്ചിങ് ആണെന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആന്ത്രോപോളജി എന്ന് പറയുന്നത് അൺചേഞ്ചിങ് ആണ്, അതായത് മാറ്റമില്ലാത്തതാണ്, നിശ്ചലമായിട്ടുള്ളതാണ് എന്നൊക്കെ നമുക്ക് എഴുതാനായിട്ട് കഴിയും. കാരണം എന്താണ്, അത് പാസ്റ്റിനെ പറ്റിയിട്ടുള്ള പഠനമാണ്, അല്ലേ, കഴിഞ്ഞു പോയിട്ടുള്ള ഭൂതകാലത്തെ പറ്റിയിട്ടുള്ള പഠനമാണ്. ഓക്കെ, ഇനി സോഷ്യോളജീൻ്റെ കേസിൽ നമ്മൾ മുന്നത്തെ പോയിന്റ് എന്താണ് പറഞ്ഞത്, ഇപ്പോൾ ഈ ഒരു സമൂഹം അല്ലെങ്കിൽ ഏത് സമൂഹത്തെ പറ്റിയാണോ പഠിക്കുന്നത്, അല്ലെങ്കിൽ സമൂഹങ്ങളെ പറ്റി പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ആ സമൂഹം എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഈ ഒരു സമൂഹത്തിനെ പറ്റിയിട്ടുള്ള പഠനം എന്നുള്ളത് മാറിക്കൊണ്ടേയിരിക്കും. കാരണം എന്താണ്, നമ്മൾ ഇന്ന് കാണുന്ന സൊസൈറ്റിയാണോ കുറച്ച് കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഉള്ള സമൂഹം എന്ന് പറയുന്നത്? അല്ല, ഇപ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ ടെക്നിക്കലായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്, അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് മനുഷ്യന്മാരിലേക്കും അങ്ങനെ സമൂഹത്തിലേക്കും മാറ്റമുണ്ടാക്കും. അപ്പോൾ ഒരു ചേഞ്ചിങ് ആയിട്ടുള്ളതാണ് സോഷ്യോളജിയിൽ നമ്മൾ പഠിക്കുന്നത്. ഡൈനാമിക് എന്ന് വെച്ചാൽ തന്നെ എന്താണ്, കോൺസ്റ്റൻ്റ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിക്കാണ്, കോൺസ്റ്റൻ്റ്ലി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിക്കാണ് പറയണത്. ഓക്കെ, അപ്പോൾ ആന്ത്രോപോളജി ആണെന്നുണ്ടെങ്കിൽ ഭൂതകാലത്ത് നടന്നതാണ്, പാസ്റ്റിൽ നടന്നതാണ്, അത് മെയിനായിട്ടും ചേഞ്ച് അധികം വരുന്നില്ല എന്നുള്ളത്, അൺചേഞ്ചിങ് ആണെന്നുള്ളത് ആലോചിക്കുക. സോഷ്യോളജീൻ്റെ കേസ് വരുമ്പോൾ അത് എന്താണ്, ഇപ്പോൾ സൊസൈറ്റി എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളതിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതെന്താണ്, ചേഞ്ചിങ് ആണ് അല്ലെങ്കിൽ ഡൈനാമിക് ആണ് എന്നുള്ളതും ആലോചിച്ച് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ഇനി പാസ്റ്റ് വേഴ്സസ് പ്രസൻറ്റ്. ഈ പോയിന്റ്സ് എല്ലാത്തിലും ഒരു കണക്ഷൻ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? കണക്ഷൻ തോന്നുന്നില്ലെങ്കിൽ തോന്നണം. അതായത് ഒരു പോയിന്റ് ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് കടക്കുന്ന സമയത്ത് ഇത് രണ്ടും കൂടി ലിങ്ക്ഡ് ആണ്, അതായത് രണ്ടിനും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അപ്പം ആ ഒരു കണക്ഷൻ റിലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ടും പഠിക്കാനായിട്ടും. ഓക്കെ, ഇനി പാസ്റ്റ് വേഴ്സസ് പ്രസൻറ്റ്, ഇതും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷെ ഒരു ഹെഡിങ്ങിൻ്റെ താഴെയായിട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾക്കത് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സഹായിക്കും. നിങ്ങൾ ഇനിയിപ്പോൾ 5 മാർക്ക് ക്വസ്റ്റ്യൻ വന്നെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഷോർട്ട് നോട്ടിൽ എഴുതാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ടേബിൾ ഉണ്ടല്ലോ, അത് മതിയാവും. അതല്ല 10 മാർക്ക് എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഞാൻ ഈ PDF-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ഹെഡിങ്ങിൻ്റെ താഴെയായിട്ട് തന്നെ വിശദീകരിച്ച് എഴുതുക. അതിനുശേഷം നിങ്ങൾ ടേബിൾ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ എസ്സേ ആയിട്ട് എങ്ങനെ എഴുതണം എന്നുള്ളത് പിടികിട്ടിയല്ലോ. ഇനി പാസ്റ്റ് വേഴ്സസ് പ്രസൻറ്റ് ആകുമ്പം ആന്ത്രോപോളജിയിൽ മെയിനായിട്ടും ഹ്യൂമാനിറ്റി ആൻഡ് കൾച്ചർ ആസ് ദേ എക്സിസ്റ്റഡ് ലോങ് എഗോ, അല്ലേ, ഒരുപാട് കാലങ്ങൾക്ക് മുൻപ്, അതായത് പണ്ട് കാലത്ത് നിലനിന്നിരുന്ന മനുഷ്യർ എങ്ങനെയായിരുന്നു, ആ ഒരു മനുഷ്യത്വം എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെ അന്ന് നിലനിന്നിരുന്ന സംസ്കാരം എങ്ങനെയായിരുന്നു, അവരുടെ ഓരോ രീതിക്കുള്ള സംസ്കാരങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ റിലേറ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ എന്നുള്ളതിൻ്റെയൊക്കെ സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത് ആന്ത്രോപോളജി എന്ന് പറയുന്നത്. പക്ഷേ സോഷ്യോളജി ആണെന്നുണ്ടെങ്കിലോ അതേ മനുഷ്യ സ്വഭാവം തന്നെയാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആ ഒരു മനുഷ്യത്വം തന്നെയാണ് അവിടെ എക്സാമിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും, അതിനെപ്പറ്റിയാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിലും, ഇന്ന് ഉള്ള സാഹചര്യം അല്ലെങ്കിൽ ഇന്ന് ഉള്ള സംസ്കാരം, ഇന്ന് ഉള്ള മനുഷ്യൻ്റെ പെരുമാറ്റം എന്നുള്ളതിനെ പറ്റിയാണ് സോഷ്യോളജി പഠിക്കുന്നത്. അപ്പം സോഷ്യോളജി ആവുമ്പോൾ എന്താ എഴുതാം നിങ്ങൾക്ക്, പ്രസൻറ്റിലാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ, കറൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തെല്ലാം നടക്കുന്നു എന്നുള്ളതാണ് സോഷ്യോളജിയിൽ പറയുന്നത്. എന്നാൽ
ആന്ത്രോപോളജിയിൽ എന്താണ്, മുന്നേയുള്ള കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ മനുഷ്യത്വം പിന്നെ അതേപോലെ തന്നെ സംസ്കാരവും ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അവിടെ കമ്പയർ ചെയ്യേണ്ടത്. നിങ്ങൾ ആ ഒരു പോയിന്റ് കമ്പയർ ചെയ്യുന്ന സമയത്ത്, പാസ്റ്റ് വേഴ്സസ് പ്രസൻറ്റ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ 2 പോയിന്റ്സ് ആണ് എഴുതേണ്ടതായിട്ടുള്ളത് കേട്ടോ. ഇനി നാലാമത്തെ ഒരു രീതിയിലും കൂടിയും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആന്ത്രോപോളജീനെയും സോഷ്യോളജീനെയും കമ്പയർ ചെയ്യാം. ഏതൊക്കെയാണ്? ഫിസിക്കൽ ട്രേറ്റ്സ് വേഴ്സസ് സോഷ്യൽ ടൈസ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആന്ത്രോപോളജി അഥവാ നരവംശാസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ആന്ത്രോപോളജി സ്റ്റഡിയിൽ അന്ന് കാലത്ത്, അതായത് പഴയ കാലത്തുള്ള മനുഷ്യന്മാരുടെ ബയോളജിക്കലി, അതായത് ജൈവികവും അതേപോലെ തന്നെ ശാരീരികവുമായിട്ടുള്ള സവിശേഷതകളെല്ലാം എക്സാമിൻ ചെയ്യുന്നുണ്ട്, അതിനെപ്പറ്റിയെല്ലാം പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടതായിട്ടുള്ള പോയിന്റ്. പക്ഷെ സോഷ്യോളജി ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ്, ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നതിനേക്കാളും ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു കുറച്ച് പേരടങ്ങുന്ന ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലുള്ള മനുഷ്യൻ്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു, മനുഷ്യൻ്റെ റിലേഷൻഷിപ്സ്, സോഷ്യൽ റിലേഷൻഷിപ്സ് എങ്ങനെയായിരുന്നു, ഗ്രൂപ്പിനുള്ളിലുള്ള ബന്ധങ്ങൾ എങ്ങനെയായിരുന്നു എന്നാണ് സോഷ്യോളജിയിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ആന്ത്രോപോളജി ആകുമ്പോൾ ആ ഒരു പണ്ട് കാലത്തുണ്ടായിരുന്ന മനുഷ്യൻ്റെ പെരുമാറ്റം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബയോളജിക്കലി ആൻഡ് ഫിസിക്കലുള്ള ഫീച്ചേഴ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ സോഷ്യോളജി ആകുമ്പോൾ ഒരു ഗ്രൂപ്പിനകത്തുള്ള മനുഷ്യൻ്റെ ആ ഒരു ബന്ധങ്ങൾ എങ്ങനെയാണ്, സോഷ്യൽ റിലേഷൻഷിപ്സ് എങ്ങനെയാണ് എന്നുള്ളതാണ് സ്റ്റഡി ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്താ നോക്കിയത്, റിസർച്ച് മെത്തേഡ്സിൽ മെയിനായിട്ടും ആന്ത്രോപോളജി എന്ന് പറയുമ്പോൾ പഴയ കാലം എന്നുള്ളത് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഴയ കാലമാവുന്ന സമയത്ത് എന്താണ്, നമുക്ക് പഴയ കാലത്തുള്ള മനുഷ്യന്മാരെപ്പോഴും ജീവനോടെ കിട്ടില്ല. അപ്പോൾ അവരുടെ എന്താണ് കിട്ടുക, അവരുടെ സ്കെൽറ്റൽ സിസ്റ്റംസ് ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ സ്കെൽറ്റൽ റിമെയിൻസ് ആയിരിക്കും കിട്ടുക, അല്ലെ, അവശിഷ്ടങ്ങൾ, അസ്ഥികൂടങ്ങളൊക്കെ ആയിട്ടായിരിക്കും, ഫോസിൽസ് ആയിട്ടായിരിക്കും അവരുടെ മണ്ണിൻ്റെ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ കുഴിച്ചെടുത്ത് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പഠനമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മെയിനായിട്ടും ആന്ത്രോപോളജിയിൽ എന്തിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി ആയിരിക്കും, ഈ ഒരു കുഴിച്ചെടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഖനനങ്ങൾ നടത്തിയിട്ട് അതിൽ നിന്നും കിട്ടുന്ന അസ്ഥികൂടങ്ങൾ അല്ലെങ്കിൽ അസ്ഥികൂടത്തിൻ്റെ അവശിഷ്ടങ്ങളുമായിട്ടുള്ള ഒരു പഠനമാണ് ആന്ത്രോപോളജി എന്ന് പറയുന്നത്. ഇനി സോഷ്യോളജി ആണെന്നുണ്ടെങ്കിലോ ജീവനോടെ ഇരിക്കുകയാണ്, പിന്നെ പോയിട്ട് മണ്ണിൻ്റെ അടിയിൽ തപ്പേണ്ട ആവശ്യമില്ലല്ലോ, ഇന്നത്തെ സമൂഹത്തിനെ പറ്റിയിട്ടല്ലേ പഠിക്കണത്. അപ്പോൾ എന്ത് ചെയ്യുക, സെൻസസ് എടുക്കുക, അതേപോലെ തന്നെ ഇൻ്റർവ്യൂ നടത്തുക, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻസ് നടത്താം, അല്ലാന്നുണ്ടെങ്കിൽ ഡാറ്റാസ് കളക്ട് ചെയ്യാം, ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ സോഷ്യോളജീനെ ഈ ഒരു പോയിന്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതേണ്ട ഒരു കീവേഡ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഓർ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എന്നുള്ളതാണ്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ഓർ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എന്നുള്ളതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ട കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സർവേകൾ നടത്തി അല്ലെങ്കിൽ അഭിമുഖങ്ങൾ നടത്തിയിട്ട് ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ അതെല്ലാം നടത്തിയിട്ട് ഡാറ്റാസ് കളക്ട് ചെയ്യുകയാണ്. ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്, ആ അംഗങ്ങൾക്ക് എന്തൊക്കെ ജോലിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ അവർ ഏത് ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത്, അവർ ഏത് സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്, വീട്ടിൽ എത്ര വാഹനങ്ങളുണ്ട് എന്നുള്ള രീതിക്കുള്ളതൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു ഡാറ്റാസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാമൂഹ്യശാസ്ത്രജ്ഞന്മാർ അളവ് അല്ലെങ്കിൽ ഗുണപരമായിട്ടുള്ള രീതികളിലൂടെ എത്ര എണ്ണം എന്നുള്ളതും എത്ര ക്വാണ്ടിറ്റിയിലാണ്, അതായത് ഏത് ക്വാണ്ടിറ്റിയിലാണ്, ഇപ്പോൾ ഒരു ജോലി ഉണ്ട്, ആ ജോലി ഏത് ക്വാണ്ടിറ്റിയിലാണ്, ആ ഒരു ഹയർ പൊസിഷനിലാണോ ലോവർ പൊസിഷനിലാണോ എന്നുള്ള കണക്കൊക്കെ എന്തിലൂടെ എടുക്കുന്നുണ്ട്, ഈ ഒരു സർവേകളിലൂടെ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ്സിലൂടെ സോഷ്യോളജിയിൽ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സോഷ്യോളജീൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് സോഷ്യോളജിസ്റ്റുകൾ എടുക്കുന്നുണ്ട് എന്നുള്ളത് ആലോചിച്ച് വെച്ചേക്കാം. ഇനി പോളിസീസ് ആൻഡ് പ്രോബ്ലം സോൾവിങ്, ഇതിൽ മെയിനായിട്ടും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആന്ത്രോപോളജി എന്തിനാണ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്, ഗാദറിങ് നോളജ്, അതായത് ഒരു മനുഷ്യനല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിക്കോട്ടെ, പക്ഷെ അവർ മണ്ണിനടിയിലാണ് അല്ലെങ്കിൽ അത്രയും പഴയ കാലത്തെ മനുഷ്യനെ പറ്റി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പഠനം എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിയുക, അന്നത്തെ സംസ്കാരം എങ്ങനെയായിരുന്നു, അന്നുള്ള മനുഷ്യന്മാരെങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റി കൂടുതൽ അറിയുക, നോളജ് ലഭിക്കുകയാണ് ചെയ്യണത്, അല്ലേ, അറിവ് ശേഖരിക്കുകയാണ് ചെയ്യണത് മെയിനായിട്ടും. അല്ലാതെ പ്രത്യേകിച്ച് ആ ഒരു അറിവ് ശേഖരിച്ചത് കൊണ്ട് പ്രത്യേകിച്ച്
പ്രത്യേകിച്ചൊരു ആവശ്യമില്ല എന്നുള്ളതല്ല, പക്ഷെ ആവശ്യം റിലേറ്റ് ചെയ്തിട്ട് സോഷ്യോളജീനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറവാണ് ആന്ത്രോപോളജിക്ക്. പക്ഷേ സോഷ്യോളജി ആണെന്നുണ്ടെങ്കിലോ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റഡിയാണ്, അതായത് പ്രായോഗികമായിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. നമുക്ക് സൊസൈറ്റിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോ ആൾക്കാർ ഓരോ വിഭാഗങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം അറിയുന്നതിനും പഠിക്കുന്നതിനും വേണ്ടിയിട്ടും ഇതിൻ്റെ എല്ലാം സൊല്യൂഷൻ, ഇതിനെല്ലാം എന്താണ് പ്രതിവിധി, അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ എങ്ങനെയൊക്കെ ഏതൊക്കെ വഴികൾ സ്വീകരിക്കാം എന്നുള്ളതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സോഷ്യൽ പ്രോബ്ലംസ്, സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എന്ത് സഹായിക്കുന്നുണ്ട്, സോഷ്യോളജി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് നിങ്ങളൊരു എസ്സേ വന്നാലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ വന്നാലോ എഴുതേണ്ടതായിട്ടുള്ളത്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളൊരു വീഡിയോ ക്ലാസ് കാണുമ്പോൾ, അതിപ്പോൾ നമ്മുടെ ചാനലിലുള്ളതായിക്കോട്ടെ പുറത്തുള്ള ചാനലിലായിക്കോട്ടെ, എന്ത് വീഡിയോ ക്ലാസ് കാണുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ ക്ലാസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിലൊരു ഷോർട്ട് നോട്ടും ഒരു പെന്നും നിർബന്ധമായിട്ടും കരുതണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടതിൻ്റെ ഒരു 50% ഔട്ട്പുട്ട് പോലും നിങ്ങൾക്ക് പുറത്ത് എക്സാമിന് കാണിക്കാനായിട്ട് പറ്റില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ തോന്നും, പക്ഷേ വീണ്ടും എക്സാമിൻ്റെ തലേന്ന് ഇതിരുന്ന് കാണാനോ അല്ലെങ്കിൽ ഈ വലിയ PDF എടുത്ത് വായിക്കാനോ ഉള്ള ടൈം നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള ഷോർട്ട് നോട്ടിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതി വെക്കുക. ആൻഡ് ആ ഷോർട്ട് നോട്ട് വേണം നിങ്ങൾ എക്സാമിന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോഴ്സിൻ്റെ കാര്യം മറക്കണ്ട. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. താഴെ നമ്പർ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു.